അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മുട്ടക്കുറുമയാണ്. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ മുട്ടക്കുറുമ. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി ചതച്ച് വെച്ചതാണ്. പിന്നെ ഒരു 7 അണ്ടിപ്പരിപ്പ്, ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ, ഇത് വറുത്തെടുക്കാൻ വേണം. ഒരു പകുതി തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പൊടികളായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പിട്ടിട്ട്. പാൻ എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വറുത്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒത്തിരി മൊരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കുരുമുളകിൻ്റെ മണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല, കുറുമയിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തതാണ്. എന്നിട്ട് ചതച്ച് വെച്ച എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കാം. ഇനി അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച 2 ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. പിന്നെ ബാക്കി ഉപ്പ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ബ്രൗൺ കളറൊന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇട്ടിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ ഇടുമ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റി വരട്ടെ. ഇപ്പോൾ പൊടികളെല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. വലുതായതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം, ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങ, അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉപ്പിട്ടിട്ട് ഒരു 3/4 ഭാഗം വേവിച്ചെടുത്തതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഏകദേശം ഇത് തിളച്ച് വന്നപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടെ അരച്ചെടുത്തതാണിത്. അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തതാണ്. അതും കൂടെ ഒഴിച്ചിട്ട് കറി ഒന്ന് നന്നായിട്ട് സെറ്റായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് പുഴുങ്ങി വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. അപ്പോൾ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് എടുത്ത് വെച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ എപ്പോഴും ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ഇനി അധികം അങ്ങോട്ടിട്ട് ഒരുപാട് തിളപ്പിക്കൊന്നും വേണ്ട. ഉപ്പെല്ലാം പാകത്തിനുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഇനി ആ തേങ്ങാപ്പാലൊന്ന് ചൂടായി വന്നാൽ ഗ്യാസ് ഓഫ് ചെയ്തിടാം. ഇപ്പോൾ തേങ്ങാപ്പാൽ ഏകദേശം ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കറിയൊക്കെ റെഡിയായി ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഞാൻ അതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മേലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ലാസ്റ്റിൽ കുറുമയിൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ. ഇപ്പോൾ കറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ വിളമ്പുന്നത്. ഇപ്പോൾ കറി ഏകദേശം നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കറി വെച്ച് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.